വലിയ കാര്യത്തിന് ഞാൻ മേക്കപ്പ് എല്ലാം ചെയ്ത് വലിയ കാര്യത്തിന് ഇറങ്ങിയതാണ്. പക്ഷേ വിൻ്ററാണ്, ഇവിടെ എല്ലാം മൂടി പതച്ച് ഇതൊക്കെ ഡ്രസ്സ് ഇട്ടാലും നമ്മൾ മൂടി പതച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ പുറത്തിറങ്ങണമെന്നൊക്കെ. അതുകൊണ്ടാണ് ഞാനങ്ങനെ. അപ്പം പിന്നെ സമ്മറായ നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നമ്മൾ പുറത്തിറങ്ങണം എന്ന് ആലോചിക്കുമ്പോൾ അല്ല ഇടുമ്പോൾ അതിൽ കുറേ നെഗറ്റിവിറ്റി വരാറുണ്ട്, പോസിറ്റീവ് വരാറുണ്ട്, നെഗറ്റിവിറ്റി വരാറുണ്ട്. നെഗറ്റീവ് പറയണമെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ചേരണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതൊക്കെ ഒരാൾക്കാരുടെ കാഴ്ചപ്പാട്, അതെനിക്ക് പ്രശ്നമില്ല. പക്ഷേ പലത് എക്സ്പോസ് ആവണമെന്നാണ് പറയാറ്. ഇപ്പം കാല്, കൈ, മേ ബി ഞാൻ നാട്ടിലുള്ളപ്പോൾ ഞാൻ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടാറുണ്ട്. പക്ഷേ ഇവിടെ ഇടുന്ന പോലെ എനിക്ക് അത്രയും കോൺഫിഡൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് കോൺഫിഡൻസ് വരാൻ കാരണം ഈ ഒരു രാജ്യത്ത് ഞാൻ വന്നു, ഇവിടുത്തെ കാര്യങ്ങളോട് ഞാൻ അഡാപ്റ്റായി. ഇപ്പോൾ ഫുഡാണെങ്കിലും പണ്ടൊന്നും ഫുഡ് പോലും എനിക്കറിയാം, എനിക്ക് നല്ല ചോറും എന്താ നമ്മുടെ ചമ്മന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കാൻ തുടങ്ങി. അതിലും എനിക്ക് വ്യത്യാസം വന്നു. ഇപ്പോൾ ഡ്രസ്സിങ് ആണെങ്കിലും എനിക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ കാണുമ്പോൾ വാങ്ങിച്ചിടാൻ തോന്നുന്നത്, അങ്ങനെ ഇടുന്ന് അതിലും ഞാൻ കോൺഫിഡൻ്റ്. ഇവിടെ ആരും നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇവിടുത്തെ ആൾക്കാരും ബോധേഡല്ല, നമ്മൾ നോക്കില്ല. മേ ബി അതായിരിക്കും അത്രയും കോൺഫിഡൻ്റ് ആയതും. ഞാനിപ്പോൾ ഇഷ്ടമുള്ള ഡ്രസ്സിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഫോട്ടോ ഇടുമ്പോൾ നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. മേ ബി അത് അവരുടെ കാഴ്ചപ്പാട്, അവരുടെ കാഴ്ചപ്പാടിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. ഞാൻ ഈ ചാനൽ എൻ്റെ ഒരു കാര്യം മാത്രമേ, എൻ്റെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ പറയണവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ ഫുൾ ടൈം വർക്ക് ചെയ്യണേ, ഫുൾ ടൈം വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് സമയം അത് ചിലപ്പോൾ ഞങ്ങൾ ഹോളിഡേക്ക് അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങുക, സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ ഇറങ്ങുക, അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും. അതെൻ്റെ കോൺഫിഡൻസാണ്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെ കോൺഫിഡൻസ് ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം, നാട്ടിലുള്ള കേട്ടോ. കാര്യം പണ്ടൊന്നും എനിക്കത് പറ്റിയില്ലായിരുന്നു. ഇപ്പം അത് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ലേ ചെയ്യാൻ പറ്റൂ, ഈ പ്രായത്തിലല്ലേ. കുറച്ച് വയസ്സായ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. വയസ്സൊന്നുമില്ല, ഏജൊന്നുമില്ല. നമുക്ക് ഏത് ഏജിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാം, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞതാട്ടോ, എനിക്ക് ഇങ്ങനെ ഇതാണ് ഇഷ്ടം, അത് ഞാൻ ചെയ്യുന്നു. നമ്മുടെ ലൈഫിൽ നമുക്ക് തോന്നണത് എന്തും നമുക്ക് ചെയ്യാം, അത് ഏത് രാജ്യത്താണെങ്കിലും. അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ ഇപ്പം നാട്ടിലോട്ട് വന്നാൽ പോലും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് ഈ രാജ്യത്ത് വന്നപ്പോൾ കിട്ടി. കാര്യം ഇവിടെ നിന്ന് നമ്മൾ നല്ല കാര്യങ്ങൾ പഠിക്കും, ചീത്ത കാര്യങ്ങൾ നമ്മൾ ചീത്തയെന്ന് തോന്നിയാൽ നമ്മൾ ചീത്ത നല്ലതെന്നൊന്നുമില്ല, അത് ഒരാൾക്കാരുടെ കാഴ്ചപ്പാടാണ്. ഇതാണ് അപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നണത് ഞാൻ എടുക്കും, ചീത്തയെന്ന് തോന്നണത് ഞാൻ കളയും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിലുള്ളതുകൊണ്ട് ചിലപ്പോൾ നെഗറ്റീവ് വരാം, പോസിറ്റീവ് പറയാം ആൾക്കാരുണ്ടാവാം, അത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഇതിലൂടെ പറഞ്ഞത്. എന്തോ എനിക്കിങ്ങനെ സംസാരിക്കാൻ തോന്നി, അല്ലെങ്കിൽ ഞാൻ ഈ ബസ്സിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാറില്ല, പെട്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ചതായിട്ടുണ്ട്.